ക്യാമറമാൻ്റെ ഇടയ്ക്ക് സ്ക്രീനിന്ന് മാറി സിംഹത്തിനൊന്ന് ഇട്ട് കൊടുത്തേക്കല്ലത്. അതായത് പണ്ട് ട്രൈ ചെയ്തിട്ട് നടന്നിട്ടില്ലോ. ഇനിയാ ആ കൊച്ചിനെ ട്രൈ ചെയ്ത് നടക്കും. 40 കിലോയേ ഉള്ളൂ. കുറഞ്ഞിന്റെ ആണോ അതാ എസ്കേപ്പ് ചെയ്ത മനുഷ്യൻ? അത് ജീവനുണ്ട്. ഇപ്പൊ കുറച്ചും അങ്ങോട്ട് പോയി ഒരു മറ്റേ കിസ് കൊടുത്തിട്ട് ഫ്രഞ്ച് കൊടുത്തിട്ട് പോകുന്നേ ഉള്ളൂ. ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് സ്വാഗതം. ഫോട്ടോ പാർക്കിൻ്റെ അവസാനത്തെ എപ്പിസോഡിലെത്തി നിൽക്കുകയാണ്. ആദ്യത്തെ 2 എപ്പിസോഡ് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ 2 എപ്പിസോഡ് കണ്ടിട്ട് ഇത് വന്ന് കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവുക. അങ്ങനെ ഞങ്ങൾ മുൻപിലോട്ട് നടന്നു നീങ്ങിയപ്പോൾ അവിടെ എന്തോ ആ കാട്ടിനുള്ളിൽ അനങ്ങുന്നത് കണ്ടത് മുയലിനെയാണ്. അയർലൻഡിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒരു ജീവിയാണ് മുയൽ. മുൻപിലോട്ട് നടന്നു നീങ്ങിയപ്പോൾ അവിടെ കുറേ മരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ മരത്തിൽ കയറണമെന്ന് കൂടെ വന്ന ബെല്ലക്കുട്ടി ആഗ്രഹം പ്രകടിപ്പിച്ചു. ഒരു മടിയും തോന്നാതെ വെറ്റിച്ചേച്ചി അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. കൂടെ നിന്ന് ഞാനും അവളുടെ കൂടെ തന്നെ മരത്തിൽ കയറി. അങ്ങനെ ഞങ്ങൾ മുൻപിലോട്ട് നടന്നു നീങ്ങിയപ്പോൾ അവിടെ ആരോ കിടന്ന് വിശ്രമിക്കുന്നത് കണ്ടു. ഒന്നും കൂടി നോക്കിയപ്പോൾ മനസ്സിലായി അത് 2-3 കങ്കാരുകളായിരുന്നു. അങ്ങനെ മുമ്പിലോട്ട് പോയപ്പോൾ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്ത് നിൽക്കുന്ന ഒരു കൊക്കിനെ കണ്ടു. ഒന്നും നോക്കിയില്ല, ഒരു പോർട്രേറ്റ് ഫോട്ടോ എടുത്തു. ഹാഹാ, ദാ കുരങ്ങൻ കളിക്കുന്നു. എന്ത് രസമായിട്ടാണ് അതിനു വേണ്ടി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പുറത്തും ഒരു കുരങ്ങനുണ്ട്. അത് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഞങ്ങൾ സീലിനെ കണ്ടു. ഒരെണ്ണം ഉള്ളൂ എന്ന് വിചാരിച്ച് നടക്കുമ്പോൾ വേറൊരെണ്ണം കൂടി വെള്ളത്തിൽ നിന്ന് വന്നു. അതിൻ്റെ കുളിസിൽ ഞങ്ങൾ കുറച്ചു നേരം കണ്ടു നിന്നു. പിന്നെ അങ്ങോട്ടൊരു കുന്നായിരുന്നു. ക്രിസ്റ്റിനെ സ്ട്രോളറിലിരുത്തി തള്ളി കയറ്റാൻ കുറച്ച് കഷ്ടപ്പെട്ടു ഞാൻ. കുന്ന് കയറി നടന്ന് എനിക്ക് മടിയായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെയും എടുത്ത് ആ കുന്ന് കയറി.
അങ്ങനെ നടന്നു നീങ്ങിയപ്പോൾ സൈഡിൽ നമ്മുടെ കടുവ കിടന്നുറങ്ങുന്നത് കണ്ടു. അതാ വേറൊരു കടുവ എന്തിനെയോ നോക്കിയിരിക്കുന്നു. അവിടെ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ട ഓസ്ട്രിച്ചിനെയും സീബ്രയെയും കണ്ടു. അവർ പുല്ല് തിന്നിരിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് ഫസ്റ്റ് എപ്പിസോഡിൽ കാണാൻ പറ്റാതെ പോയ ഒരു കൂട്ടം ജിറാഫിനെയാണ് ഞാൻ കണ്ടത്. അതിലൊരു കുട്ടി ജിറാഫും കൂടി ഉണ്ടായിരുന്നു. ആ മുയൽ ഇതിന് കൂടൊക്കെ ഉണ്ട്. കൂട്ടിനുള്ളിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. അപ്പോൾ ഇതാണ് ബ്രസീലിയൻ താപ്പർ. പെട്ടെന്ന് നോക്കിയപ്പോൾ ഹിപ്പോയ്ക്ക് ഒരു കഴുതയുടെ മുഖം. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇതിനെ കണ്ടപ്പോൾ തോന്നിയത്. കറക്റ്റ് ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു ഭംഗി വരാൻ വേണ്ടി 2 ബ്രസീലിയൻ താപ്പർ നടന്നു വന്നു. അത് കണ്ട് ഞങ്ങൾ നടന്നു നീങ്ങിയപ്പോൾ എത്തിയത് കിളികളുടെ കൂടിൻ്റെ അടുത്തായിരുന്നു. അവിടെ ഞങ്ങൾ മലയാളം സിനിമയിൽ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പഞ്ചവർണ്ണ തത്തേനെയാണ് ഞാൻ കണ്ടത്. അങ്ങനെ ഞങ്ങളെല്ലാം കണ്ടു തീർത്തു എന്ന സന്തോഷത്തോടെ നല്ലൊരു ഓർമ്മകളോടെ അവിടെ നിന്ന് പടിയിറങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ആരും തന്നെ മറക്കരുത്.